ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഉണക്ക ചെമ്മീൻ പൊടി കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു പെരട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നല്ല പഴുത്ത 2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ നിറയെ വരുന്ന ഉണക്ക ചെമ്മീൻ കുറച്ച് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് ഒരു അരിപ്പയിൽ ഇതുപോലെ വീണ്ടും കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളി ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഉള്ളി വഴറ്റിയെടുക്കാം. ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ടൊമാറ്റോ ഒന്ന് വെന്തുടയാൻ വേണ്ടി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ടൊമാറ്റോ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഊറ്റിയെടുത്ത് ചെമ്മീൻ പൊടി ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല. 1.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ചെമ്മീൻ പൊടി വെന്ത് കിട്ടാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വേവിക്കാം. 8 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചെമ്മീൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ പെരട്ടിൻ്റെ സൂപ്പർ മണം വരുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ്. ചോറിനോടും എല്ലാ പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ സ്വാദിഷ്ടമായ ഈ ചെമ്മീൻ പെരട്ട് നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.